ഹലോ. കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 5 മുതൽ KCB ചെറിയ രീതിയിൽ ഇലക്ട്രിസിറ്റി ബില്ല് വർധനവ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക്കൽ ഇയർ എൻഡിങ് ഒക്കെ ആയിരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും എത്രത്തോളം കറണ്ട് ചാർജ് കൂട്ടുന്നുണ്ട്, എത്ര ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. റിന്യൂവബിൾ എനർജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ലാഭകരമാകുന്ന കാര്യങ്ങൾ KCB റെഗുലേറ്ററി കമ്മീഷൻ താരിഫിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. റിന്യൂവബിൾ എനർജിക്ക് ഇത് എങ്ങനെയാണ് ലാഭകരമാകുക, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എങ്ങനെയാണിത് ലാഭകരമാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ടെൻഷൻ 6 കാറ്റഗറിയിൽ വരുന്ന താരിഫിൽ, അതായത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ താരിഫിൽ ഡിമാൻഡ് ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഇതെങ്ങനെയാണ് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്നത്, ഇതുമായിട്ട് എങ്ങനെയാണ് സോളാർ കണക്റ്റഡ് ആവുന്നത്, ഇത് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിലവിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് ഡിമാൻഡ് ചാർജ് ഈടാക്കുന്നത് ഇൻക്യുബേഷൻ ടൈം പീരിയഡിലുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷന് വലിയൊരു ബാധ്യതയാണ്. ഈ മേഖലയിലേക്ക് പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരാത്തതിൻ്റെ ഒരു പ്രധാന കാരണവും ഈ ഡിമാൻഡ് ചാർജ് ഈടാക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനുകളുടെ താരിഫിലെ ഡിമാൻഡ് ചാർജ് ഒഴിവാക്കിയത് പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഈ കാറ്റഗറി ചൂസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൊടുക്കുമെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ മാസവും ഈടാക്കി വന്നിരുന്ന 290 രൂപയാണ് പുതിയ HT താരിഫിൽ KCB ഒഴിവാക്കിയിരുന്നത്. അതേസമയം എനർജി ചാർജായി ഈടാക്കിയിരുന്ന യൂണിറ്റിന് 6 രൂപ ഉണ്ടായിരുന്നത് 7 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. താരിഫ് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നൊരു ചെറിയൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടാവും. ഡേ ടൈമിലാണ് കൂടുതൽ വൈദ്യുതി യൂസേജ് ഉണ്ടാകുന്നത്. അത് സോളാർ അവർ എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കി വരുന്ന സമയം അല്ലെങ്കിൽ ബാക്കി വരുന്ന ടൈം നോൺ സോളാർ ടൈമാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്തെയാണ് സോളാർ അവർ അല്ലെങ്കിൽ ഡേ ടൈം എന്ന് പറയുന്നത്. ബാക്കിയുള്ള സമയം നോൺ സോളാർ അവർ. ഇങ്ങനെ സോളാർ ആൻഡ് നോൺ സോളാർ അവർ ഡിവൈഡ് ചെയ്തിട്ടാണ് TOD താരിഫ് മെഷർ ചെയ്യുന്നത്. TOD മീൻസ് ടൈം ഓഫ് ഡേ. അതനുസരിച്ച് സോളാർ അവറിൽ ഇലക്ട്രിസിറ്റി റേറ്റ് 5 രൂപയാക്കി കുറയ്ക്കുമ്പോൾ നോൺ സോളാർ അവർ 9 രൂപ 20 പൈസയാക്കി മാറ്റിയിട്ടുമുണ്ട്. കാരണം ഡേ ടൈമിൽ റൂഫ് ടോപ്പ് സോളാർ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണിത്. നമ്മളെപ്പോഴും ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ യൂസിന്, ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ബില്ല് വരും. ആ ബില്ലിനെ നമുക്ക് ഒന്ന് കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്നൊരു രക്ഷ നേടാൻ തീർച്ചയായിട്ടും സോളാർ വെക്കുന്നത് ഗുണകരമായിട്ടുള്ള കാര്യമാണെന്ന് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ സോളാർ വെക്കുകയാണെങ്കിൽ ഡേ ടൈമിൽ സോളാർ പ്രൊഡക്ഷൻ കൂടുകയും അതനുസരിച്ച് നിങ്ങൾക്ക് കറണ്ട് ബില്ല് ഒരു പരിധി വരെ നിയന്ത്രിക്കാനും സാധിക്കും. എത്രയാണ് നമ്മുടെ യൂസേജ്, കണക്ഷനിലൂടെ എത്രയാണ് വരുന്നത്, ബില്ല് എത്രയാണ് വരുന്നത്, അതനുസരിച്ചുള്ള കിലോവാട്ട് സോളാർ വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകാനും നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആവാനും സാധിക്കും. ഒരു 4-5 വർഷം മുമ്പ് വരെയൊക്കെ നമ്മൾ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വണ്ടികളിൽ ഒന്നുകിൽ വെള്ള നമ്പർ പ്ലേറ്റ് കാണും, അല്ലെങ്കിൽ മഞ്ഞ. അപ്പോൾ അതൊക്കെ നമുക്കറിയാം, ഒന്ന് ടാക്സിയാണെന്ന്, ഒന്ന് പ്രൈവറ്റ് വണ്ടിയാണെന്ന്. പക്ഷേ കുറച്ച് മുമ്പ് തൊട്ട് പച്ച കളറുള്ള നമ്പർ പ്ലേറ്റ് കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 4 വണ്ടിയിൽ 1 വണ്ടി ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ സ്റ്റേഷനുകളുടെ അവൈലബിലിറ്റി ഇപ്പോഴും മുഴുവനായിട്ടും പൂർത്തീകരിക്കാൻ നമ്മുടെ സ്റ്റേറ്റിൽ സാധിച്ചിട്ടില്ല. പലപ്പോഴും അതിൻ്റെ ഒരു സ്കാർസിറ്റി പല സമയങ്ങളിലും ആൾക്കാർ പറഞ്ഞു. ഇപ്പം നമ്മുടെ ക്ലയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കോമൻസ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല സ്ഥലങ്ങളിലും ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു അൺഅവൈലബിലിറ്റി വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളൊരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്യൂവൽ കൺസംഷൻ നോക്കുകയാണെങ്കിൽ, അതിനുള്ള കോസ്റ്റ് നോക്കുകയാണെങ്കിൽ, എല്ലാം എന്തുകൊണ്ടും ആൾക്കാർ EVയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും അധികം ചേഞ്ചാണ് ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിലാണെങ്കിലും, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു AC, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ തന്നെ വീട്ടിൽ ചാർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വരുമ്പോൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കറണ്ട് ബില്ലാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള
ഒരു കറണ്ട് ബില്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നിങ്ങളോട് പറയുന്നത് സോളാർ വെക്കുന്നത് ലാഭകരം മാത്രമല്ല ഒരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് എന്നുള്ള കാര്യം. ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ തന്നെ DC ഫാസ്റ്റ് ചാർജർ, AC ചാർജർ അങ്ങനെ പല കാറ്റഗറിയായി സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ കൂടുതൽ ഡിമാൻഡ് ഉള്ളതും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് DC ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ആണ്. കാരണം കാറുകളും അതുപോലുള്ള മറ്റ് 4 വീലേഴ്സാണ് കൂടുതലായിട്ടും EVയിലേക്ക് മാറുന്നത്. മറ്റ് 2 വീലേഴ്സും 3 വീലേഴ്സും മാറുന്നുണ്ടെങ്കിൽ കൂടി ഡിമാൻഡ് കൂടുതലും DC ഫാസ്റ്റ് ചാർജേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ഫ്യൂൽ കോസ്റ്റ് എല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ EV തന്നെയാണ് ലാഭം. ടോപ്പ് മോസ്റ്റ് വെഹിക്കിൾ ബ്രാൻഡുകൾ അടക്കം EVയിലേക്ക് കൂറുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേഷൻസ് വർദ്ധിച്ചേ പറ്റുള്ളൂ. കൊമേഴ്ഷ്യൽ യൂസിനുള്ള ഇലക്ട്രിസിറ്റിക്ക് എന്തുകൊണ്ടും സോളാർ ഇൻസ്റ്റലേഷൻ ലാഭകരമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡബിൾ ലോട്ടറി ആണെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഒരു സാധനം മേടിക്കുമ്പോൾ ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, വില കൂടുതലാണ്. വില കുറവുള്ളൊരു സാധനം കിട്ടുമ്പോൾ നമ്മൾ അത് അഫോർഡബിൾ ആയിട്ട് നോക്കുന്നതല്ലേ നല്ലത്. പക്ഷേ വിലയുടെ കാര്യം നോക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോട്ടേന്ന് വെക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഗുണമേന്മ എന്ന് പറയുന്നത്. നല്ല ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് മേടിച്ചാലേ നമ്മൾ വിചാരിക്കുന്ന അത്രത്തോളം വാറണ്ടി കിട്ടുള്ളൂ. 10 വർഷത്തെ ഓൺസൈറ്റ് വാറണ്ടിയും 25 വർഷത്തെ പെർഫോമൻസ് വാറണ്ടിയും എന്ന് പറയുന്നത് ചെറിയൊരു ടൈം പീരിയഡ് അല്ല എന്ന് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട്, അതായത് സോളാർ നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ EVCSനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ നിങ്ങൾ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ തന്നെ നോക്കേണ്ട ഒരു കാര്യം കൂടി അതിൻ്റെ സർവീസും കൂടിയാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള സർവീസ് കൊടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ ക്ലയൻസിനെ നോക്കിയാലും കൃത്യമായിട്ടുള്ള ടൈം പീരിയഡിൽ അവർ വിളിക്കുന്നതനുസരിച്ച് കംപ്ലൈൻറ്റ് ഒന്നുമില്ല, അത് സർവീസ് നടത്തി വരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം മേടിക്കുന്നതിലല്ല, പക്ഷേ അതിൻ്റെ വാറണ്ടി, അതിൻ്റെ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ മാത്രമേ നമ്മളും ഹാപ്പി ആവുള്ളൂ, കസ്റ്റമേഴ്സും ഹാപ്പി ആവുള്ളൂ. അപ്പോൾ അതെന്തായാലും മറക്കണ്ട. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമ്മളുമായിട്ട് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സർവീസുമായിട്ട് നമ്മൾ എപ്പോഴും റെഡിയാണ്.